നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിരയ്ക്ക് അജയനെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെങ്ങനെയാ ആതിര അവനെ ചതിച്ചെന്ന് പറയുന്നേ? എന്നിട്ട് ഇഷ്ടമില്ലാത്ത ആളെയാണോ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചത്? അതും നിശ്ചയം വരെ എത്തിച്ചതും. അല്ലെങ്കിൽ ഞാൻ എന്തേലും ഇവിടെ പറഞ്ഞ എല്ലാവർക്കും വിഷമാണല്ലോ. ആർക്ക് എന്ത് തോന്നിയാലും ശരി, പറയാനുള്ളത് ഞാൻ പറയും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും ജീവൻ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈശ്വരാനുഗ്രഹം കൊണ്ടാ നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. അജയനെ വേഗം പോലീസ് കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കെല്ലാരും. അല്ലെങ്കിൽ ഇനി ഇതുപോലെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചിലപ്പോ അന്ന് ആയുസിന്റെ ബലമൊന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതല്ല, ഇനി ഈ കൂട്ടത്തിൽ നിന്ന് ആരുടെയെങ്കിലും ജീവൻ പോകുന്നത് വരെ കാത്തിരിക്കാനാണെങ്കിൽ അങ്ങനെ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ. ഇവരൊക്കെ ചെയ്തു വെച്ച ഓരോന്നിനും എന്റെ അച്ഛനും സഹോദരങ്ങൾക്കും ഒന്നും ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ എനിക്ക്. മാഷേ, നിങ്ങൾ വിഷമിക്കരുത്. ഏത് കാര്യവും അവന്തേക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. അവൾക്കുള്ളില് നല്ല സങ്കടം ഉണ്ടാവും. അതാ, അവന്തേക്ക് പറഞ്ഞതുപോലെ ഒന്നും ആവണമെന്നില്ല. ഇനി അങ്ങനെയാണെങ്കിലും മാഷറിയാത്ത സംഭവമല്ലേ ഇതെല്ലാം. മോശപ്പെട്ട ഒരുവന് മോളെ വിവാഹം കഴിച്ച് കൊടുക്കില്ലെന്നല്ലേ ഏതൊരച്ഛനും ആലോചിക്കും. അതവൻ വാശിയിലെടുത്തതിന് നിങ്ങളെങ്ങനെ കുറ്റക്കാരാവും? അവന്തിക പറഞ്ഞ രീതി ശരിയായില്ല എങ്കിലും അവള് പറഞ്ഞൊരു കാര്യം ഞാനും പറയാം. അവനെ വേഗം പോലീസിന്റെ കയ്യിൽ കിട്ടാൻ പ്രാർത്ഥിക്കാം നമുക്ക്. ആ, സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാനും കഴിയണം. ഇതെല്ലാം ഉണ്ടായത് താൻ കാരണമാണെന്ന് കരുതിയിട്ടാണോ? അതെന്റെ കരുതലല്ലോ സന്ദീപൻ. താഴെ പവന്തി കേട്ടത്തി പറഞ്ഞത് നീ കേട്ടതല്ല. ഞാൻ അജയനെ വഞ്ചിച്ചു, എന്റെ വീട്ടുകാര് അവനെ പറ്റിച്ചു. അതെ, അവന്തി കേട്ടത്തി പറയുന്ന കേട്ട് വിഷമിക്കാനാണെങ്കിൽ തനിക്ക് വിഷമിക്കാനേ നേരം കാണും. അവന്തി കേട്ടത്തി പറഞ്ഞല്ല സത്യമെന്നും അത് ഏട്ടത്തിന്റെ സംശയമാണെന്നും താൻ ഒഴികെ അവിടെ ബാക്കി എല്ലാവർക്കും മനസ്സിലായി. എടോ, അജയൻ എന്ന് പറയുന്ന ആൾ വലിയൊരു ക്രിമിനലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ ചെയ്ത ഒരു കാര്യത്തിന് താനിങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. നടന്നൊക്കെ സന്ദീപിനും അറിയാവുന്ന കാര്യമല്ലേ?
അജയന്റെ വിവാഹം വന്ന നിമിഷം മുതൽ ഞാൻ പറയുന്നതല്ലേ എനിക്ക് വിവാഹം വേണ്ടാന്ന്. എടോ, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ എന്നോ മറന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി, അതിന് ദേഷ്യം കൊണ്ടാ ഏട്ടത്തി അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ സന്ദീപിന്റെ ഏട്ടത്തി എന്ത് പറഞ്ഞാലും സന്ദീപ് അതിനെ ന്യായീകരിക്കരുത്. ഏത് മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെങ്കിലും കേട്ടതും വിഷമിച്ച് തല താഴ്ത്തി നിന്നതും എന്റെ അച്ഛനും അമ്മയോ. അങ്ങനെ ഏട്ടത്തി പറയുന്നതെല്ലാം കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. തിരിച്ചൊന്നും പറയാത്തതേ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ഞാനും അച്ഛ ചേച്ചിയും എന്തെങ്കിലും പറഞ്ഞു പോയാ ഈ കുടുംബത്തിന്റെ സ്വസ്ഥത എന്നേക്കുമായി പോവരുതെന്ന് കരുതിയിട്ടാ. സന്ദീപ് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ അച്ഛനെ അമ്മയും ഏട്ടനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റാത്ത. സന്ദീപും ചേച്ചിയൊക്കെ പറയുന്നത് കൊണ്ടാ ഞാനെല്ലാം ക്ഷമിക്കുന്നത്. ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സന്ദീപ്. സന്ദീപിന് നല്ലപോലെ അറിയാലോ എന്റെ സ്വഭാവം. അതോ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എടോ, താൻ എന്തൊക്കെയാടോ പറയുന്നത്? എടോ, ഏടത്തിക്കാളും മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ തന്നെയല്ലേ? എടോ, വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നോടൊപ്പം തന്നെ കാണും. അതില് തനിക്ക് സംശയമൊന്നും വേണ്ട. താഴെ ഞാനൊന്നും മിണ്ടാത്തത് താൻ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ. ഞാനോ താനോ ആരെയും വേദനിപ്പിക്കരുത്. എടോ, ഒരമ്മയച്ഛനാകാൻ തയ്യാറെടുക്കുന്നവരാ നമ്മള്. അറിയാത്ത കാര്യത്തിൽ പോലും ആരെയും വിഷമിപ്പിക്കരുത്. അത് മറ്റൊരു തരത്തിൽ നമ്മുടെ കുഞ്ഞിനെയായിരിക്കും ബാധിക്കുന്നത്. അതൊക്കെ എനിക്കും അറിയാം സന്ദീപേ. ഞാൻ കാരണമാണ് എല്ലാവർക്കും അപകടം ഉണ്ടായെന്നൊക്കെ പറയുമ്പോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന്റെ ബാക്കിയായിട്ടാണോ ഈ ദുരന്തങ്ങളൊക്കെ? എടോ, അങ്ങനെയൊന്നുമില്ല. താനും അർച്ചനയെടുത്തി അവധിയെടുത്തിയൊക്കെ ഈ കുടുംബത്തിന് ഭാഗ്യമല്ലടോ. പലരുടെ സ്വഭാവം പലതാണെന്ന് മാത്രം. അതെ, അതുകൊണ്ട് ഇനിയും താനതിനെ കുറിച്ച് പറഞ്ഞ് വിഷമിക്കരുത്. അത് തന്നെ പോലെ തന്നെ എനിക്കും വിഷമം ഉണ്ടാക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.